കൊല്ലത്ത് സിവിൽ സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലി കയ്യാങ്കളി. കാറിന് കുറുകെയിട്ട വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. RTO ഓഫീസിലെത്തിയവരും അഭിഭാഷകരും തമ്മിലായിരുന്നു കയ്യാങ്കളി. ഇങ്ങോട്ട് നോക്കൂ. അല്ല ഞാൻ ചോദിച്ചിട്ട് എല്ലാവരുടെ ഞാൻ പറഞ്ഞു, സാറേ ചാവിയെങ്കിലും തരൂ സാർ, എനിക്ക് അത്ര അത്യാവശ്യമാണ്, എനിക്ക് 12:30 ഡോക്ടറുടെ സമയം കഴിയും, കോളി ക്രോസിൽ എത്തേണ്ടതാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു വലിയൊരു അസഭ്യം പറഞ്ഞിട്ട് അവർ പറയാ, പിന്നെ ഇവിടെ ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത്, നിങ്ങൾക്ക് ആരുടെ വണ്ടി എടുത്ത് മാറ്റേണ്ടത്, ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ ഞാൻ ഇടുന്നത് ഞങ്ങളുടെ നിയമം തന്നെ, ഞങ്ങളുടെ നീതി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞുകൊണ്ട് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പ്ലീസ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു. അപ്പോൾ ഇയാളെന്ത് ചെയ്തു, കോടതിയുടെ അകത്തേക്ക് അങ്ങ് ഓടിക്കയറി. ഇദ്ദേഹം വന്നപ്പോൾ ചോദിച്ചു, സാറേ നിങ്ങളുടെ അടുത്തല്ലേ ഞങ്ങൾ കാറ് മാറ്റിത്തരാൻ പറഞ്ഞു, എന്താ സാറേ നിങ്ങൾ ഈ കാണിച്ചെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞ് ഒരു തെറിയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് മനസ്സിലായിരുന്നു കാറ് മാറ്റാനായിട്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഏതൊരു മനുഷ്യർക്കും സ്വാഭാവികമായിട്ടും അയാളൊരു തെറിയും വിളിച്ച് പറയുമ്പം ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രകോപം നമുക്കും ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകളുണ്ടായി. അപ്പോൾ ഇവർ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ഞാൻ പറഞ്ഞു, മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് ശരിയായ നടപടിയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞടക്കാമെന്ന് ഞാൻ ലേഡി എൻ്റെ കൈ കയറി പിടിക്കുക, എൻ്റെ ഉടുപ്പിൽ കോട്ടിൻ്റെ ഗൗനത്ത് കയറി പിടിക്കുന്നത്. അപ്പോൾ പയ്യൻ ഓടി കൂടെ ഉണ്ടാകുന്ന പയ്യൻ ഓടി വന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് വണ്ടി മാറ്റിയിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യൂണിഫോം വയ്ക്കിൻ്റെ വക്കീലിൻ്റെ ദേഹത്തേരി പിടിക്കുന്നത് മോശമല്ലേ. അപ്പോൾ പിടിച്ചാൽ നീ തോന്നി വീണ്ടും അവരെന്നെ ആക്രമിക്കണം. അപ്പോൾ അവർ ആ ലേഡി എന്നെ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെറിയൊരു വാശി തോന്നും, സ്വാഭാവികമായിട്ടും തോന്നുന്ന വാശി, നമ്മുടെ ദേഹത്തേരി പിടിക്കുമ്പോൾ വാശി. ഞാൻ തിരിഞ്ഞെടുത്ത് ആ ലേഡി പെട്ടെന്ന് ഞാൻ യൂണിഫോമിൽ നിൽക്കുക, ഞാൻ ഓൺ ദ ബാൻഡ്, എനിക്ക് വീണ്ടും അടുത്ത കോടതി കയറേണ്ട കാര്യമുണ്ട്, ബാൻഡിൽ നിൽക്കണം. അവരെൻ്റെ ഉടുപ്പിൽ കയറി പിടിച്ച് എൻ്റെ ബട്ടൺസ് മൊത്തം പൊട്ടി എന്നെ പിടിച്ച് വലിച്ചു. ഞാനും തിരിച്ചു മറ്റേ പയ്യനെ പിടിച്ചപ്പോഴാണ് ആ പയ്യൻ എന്നെ കൈമുറുക്കി എൻ്റെ മുഖത്ത് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ലേഡിയും കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, എന്താണ് ഈ കയ്യാങ്കളിക്ക് കാരണം? അഭിഭാഷകൻ വലിയ വാശിക്കാരനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് വാശി കയറിയിട്ടാണ് എന്തോ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്, എന്താണ് വിവരം? ധന്യ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് അടുത്ത സമയത്തായിരുന്നു കൊല്ലം സിവിൽ സ്റ്റേഷൻ വളപ്പിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കയ്യാങ്കളി നടന്നത്. എന്തായാലും കയ്യാങ്കളിയിൽ 2 വിഭാഗത്തിനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം വൈദ്യപരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് അഭിഭാഷകനും പരിക്കേറ്റിട്ടുണ്ട്, അഭിഭാഷകൻ നെറ്റിയിൽ ഉൾപ്പെടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സിദ്ദീഖ് എന്ന് പറയുന്ന യുവാവിനും പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മനസ്സിലാകുന്ന കാര്യം. ഈ സംഘർഷത്തിലേക്ക് നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നു ഈ സിദ്ദീഖും ഒപ്പം തന്നെ ഈ ഷെമീനയും. അവർ അവിടെ എത്തുന്ന സമയത്ത് തമ്മിൽ ഈ കാർ പാർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. സിവിൽ സ്റ്റേഷനിൽ കാർ പാർക്കിംഗ് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. അഭിഭാഷകർ ഈ 11 മണിയോടടുത്ത സമയത്ത് വളരെ വേഗത്തിലെത്തുകയും കാറുകൾ പാർക്ക് ചെയ്തിട്ട് ബാർ അസോസിയേഷന് സമീപത്തുള്ള സ്ഥലത്തൊക്കെ പാർക്ക് ചെയ്തിട്ട് പോവുകയും ചെയ്യുന്നത് പതിവാണ്. അത്തരത്തിൽ കൃഷ്ണകുമാർ പാർക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഈ വാഹനം മാറ്റിക്കൊടുത്തില്ല, അതായത് കൃത്യസമയത്തിന് വാഹനം മാറ്റിക്കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തർക്കങ്ങൾ തുടങ്ങുന്നത് എന്നുള്ളത് ഇരുവിഭാഗവും അംഗീകരിക്കുന്ന കാര്യമാണ്. അതിനുശേഷം ഈ അഭിഭാഷകൻ പുറത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കയറി പിടിക്കുകയും ഒപ്പം തന്നെ കോട്ടിൽ കയറി പിടിക്കുകയും ചെയ്യുന്നുള്ളതും രണ്ടുപേരും പറയുന്നു. അത് ആദ്യം തർക്കത്തിലേക്ക് വഴിവെക്കുന്നുണ്ട്. ഈ അഭിഭാഷകനായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ ഗൗൺ പിടിച്ചു വലിക്കുകയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി. അതിനുശേഷം ആ മർദ്ദനമേറ്റതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റ് അഭിഭാഷകർ ഓടിക്കൂടുകയും ആ സിദ്ദീഖിനെ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേൽക്കുക, അതായത് മർദ്ദിച്ചു എന്നുള്ളതാണ് സിദ്ദീഖിന്റെ പരാതി. ആ ദൃശ്യങ്ങളിൽ നിന്നും അക്കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും വെസ്റ്റ് പോലീസിൽ 2 കൂട്ടരും പരാതി നൽകിയിട്ടുണ്ട്. വിശദമായി പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും 2 കൂട്ടരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം 2 പേരും ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സ ചേരുകയും ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ ഈ അഭിഭാഷകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കൊല്ലം ബാർ അസോസിയേഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.